RSSന്റെ സമന്വയ ബൈഠക്ക് ഈ മാസം അവസാനം പാലക്കാട് നടക്കുകയാണ്. അതിനു മുൻപ് BJPക്ക് ദേശീയ അധ്യക്ഷൻ ഉണ്ടാവണമെന്ന് RSS ആഗ്രഹിക്കുന്നു. അതിനുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മാസം തന്നെ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ദില്ലിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. കാരണം ഇപ്പോൾ നിലവിലുള്ള ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് ജൂണിൽ കേന്ദ്രമന്ത്രി പദവി ലഭിച്ചതോടുകൂടി തന്നെ സാങ്കേതികപരമായി ഇനി പ്രസിഡന്റ് പദവി മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം BJPയുടെ ഒരു രീതി അനുസരിച്ച് ഒരാൾക്ക് ഒരു പദവി എന്നാണ്. നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, ഒപ്പം തന്നെ ഒരു ദേശീയ അധ്യക്ഷൻ എന്ന വലിയ പദവി കൂടി വഹിക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ JP നദ്ദയ്ക്ക് പകരക്കാരൻ ഈ മാസം തന്നെ എത്തും. RSSന്റെ സമന്വയ ബൈഠക്ക്, അതായത് എല്ലാ മേഖലയിലുമുള്ള സംഘപരിവാർ നേതാക്കൾ ഒത്തുകൂടുന്ന ഒരു ബൈഠക്കാണ്, നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബൈഠക്കാണ്. ആ ബൈഠക്കിന് മുൻപ് തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതിൻ്റെ മുന്നോടിയായിട്ട് BJP അവരുടെ വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം, ഏതായാലും ഇനി അധികം നീളില്ല, ഈ മാസം അവസാനത്തോടെ, അതായത് ഈ ബൈഠക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുതിയ അധ്യക്ഷൻ്റെ പേര് പ്രഖ്യാപിക്കും. ഇതിൽ ആരാണ് അധ്യക്ഷൻ? പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഫട്നാവിസിൻ്റെ, അനുരാഗ് താക്കൂർ അടക്കമുള്ള ഒരുപക്ഷെ ഒരു സ്ത്രീ ആയിരിക്കും, ഒരു വനിത ആയിരിക്കുമോ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള അനവധി ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും ഞങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ നൽകാൻ തയ്യാറല്ല. ഏതെങ്കിലും വ്യക്തമായ ഒരു സൂചന ലഭിച്ചതിന് ശേഷം ആരാണ് എന്ന് വെളിപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് മലയാളം.